Hello, it's me Thafseera once again. Welcome back to our channel. ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന ഫോട്ടോ ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പിക്സാർട്ട് എന്ന ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ സ്പ്ലാഷ് എഫക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഒരു ബ്ലൂ ബോക്സിൽ ട്രൈ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡിസൈന് നമുക്ക് കിട്ടും, കണ്ടോ. അപ്പോൾ ട്രൈ എന്നുള്ള ഓപ്ഷൻ നെക്കിയാൽ നമുക്ക് നേരെ ഗ്യാലറിയിലാണ് പോവുക. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് ഫോട്ടോ ആണ് വേണ്ടത് വെച്ചാൽ. അപ്പോൾ അത് നമുക്ക് ആ മുകളിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റാണ് കിട്ടുക, കണ്ടില്ലേ. ഇനി നമുക്ക് അത് അവരുടെ മുഖം മാത്രം വേണോ അതോ ഫുൾ വേണോ എന്നൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതായത് ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാനൊക്കെ പറ്റും. അത് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക. പിന്നെ താഴെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നെസ് കൂട്ടാനും അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഗാലറിക്ക് അത് സേവ് ആക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവ എന്ന ആപ്പാണ് വേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക. മുകളിൽ നമുക്ക് A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ വരും. നമുക്കതിൽ ബ്ലാങ്ക് പേജാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തു. താഴെ നമുക്ക് ഗാലറി അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഈ ഒരു A4 പേജിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടിയിൽ ഞാനിവിടെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിന് താഴെ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കൺഗ്രാജുലേഷൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് വെഡ്ഡിങ് ഗിഫ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ എന്താണ് എഴുതേണ്ടത് വെച്ചാൽ എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ഫോട്ടോത്തിനനുസരിച്ചിട്ടുള്ള കളറൊക്കെ നമുക്ക് ആ ഒരു കളറിൻ്റെ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ കൺഗ്രാജുലേഷൻ എഴുതി, അതിൻ്റെ താഴെ ചെറിയൊരു കോട്ടും കൂടെ എഴുതുന്നുണ്ട്. അപ്പോൾ അത് വേറെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടിൽ കൊടുക്കുക, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കളർ ഇതേതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കളർ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ താഴെ ഗാലറിയിൽ പോവുകയാണ്. നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിക്കറും പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറും കൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ ഞാൻ ജസ്റ്റ് താഴെ കോർണറിൽ വെച്ച് കൊടുത്തു. പിന്നെ ബട്ടർഫ്ലൈ സ്റ്റിക്കർ എടുക്കുകയാണ്. അപ്പോൾ സ്റ്റിക്കറും ഒക്കെ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ജസ്റ്റ് ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഞാൻ ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയും ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുള്ള അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഫോട്ടോൻ്റെ മുകളിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഫോട്ടോൻ്റെ താഴെയായിട്ട് അവരുടെ പേരും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല എടുത്ത് കാണിക്കേണ്ട പേര് കുറച്ചിങ്ങനെ ലൈറ്റ് കളർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഞാൻ ഓൾ ദി ബെസ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോഡ്സ് എന്തെങ്കിലും ടെക്സ്റ്റ് അതൊക്കെ എഴുതിയിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഫോണ്ടും എല്ലാം ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ കോർണറിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർഫ്ലൈ കണ്ടില്ല, മുകളിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സേവ് ആക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഗാലറിയിൽ ഫോട്ടോ സേവ് ആവും. അങ്ങനെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ക്യാൻവ ആപ്പ് തന്നെയാണ് വേണ്ടത്. അതിൽ ഞാൻ A3 ഡോക്യുമെൻ്റ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നമുക്ക് ബ്ലാങ്ക് പേജാണ് വേണ്ടത്. ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഡിസൈന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗാലറി, ടെക്സ്റ്റ്, കളർ അങ്ങനെ എല്ലാ സംഭവങ്ങളും താഴെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറേ സേവ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ A3 ഡോക്യുമെൻറ്റിൽ വെച്ച് കൊടുക്കേണ്ടത്, A4 സൈസിലുള്ളതാണെങ്കിൽ കേട്ടോ. കറക്റ്റായിട്ട് പേജിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വേറൊരു ഫോട്ടോയും കൂടെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ അതും സേവ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ.
അങ്ങനെ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഏത് പേപ്പറിലാണ് പ്രിൻ്റ് ചെയ്തത്, ഏത് പ്രിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ലേസർ പ്രിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. പേപ്പർ വന്നിട്ട് ആർട്ട് പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ആർട്ട് പേപ്പർ തന്നെ തിക്നെസ് ഉള്ള പേപ്പറും ഇല്ലാത്ത പേപ്പറും ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് തിക്നെസ് കുറഞ്ഞതാണ്. നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ ഒരു പരസ്യത്തിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, അഡ്വർടൈസ്മെൻറ്റ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ തിക്നെസ്സാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചുളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള തിക്നെസ് ഉള്ള പേപ്പർ ആകുമ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചുളിഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ നല്ല ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നല്ല ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പേപ്പർ, ഒരു പാറ്റേൺ പേപ്പറും കൂടെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രിൻറ്റിങ്ങിന് വന്നിട്ട് എനിക്ക് 35 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും. പിന്നെ ബ്ലാക്ക് ഫ്രെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വൈറ്റും ഉപയോഗിക്കാം. പിന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വൈറ്റാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അപ്പോൾ വൈറ്റ് കിട്ടാത്ത കാരണം ഞാൻ ബ്ലാക്ക് മേടിച്ചു എന്ന് മാത്രം. പിന്നെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡർ കണ്ടില്ല, ഫ്രെയിമിൻ്റെ ആ ബോർഡർ കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഉണ്ട്. അതായത് കട്ടി മീൻസ് വീതി ഉള്ളതും വീതി ഇല്ലാത്തതും. ഇത് വീതി ഉള്ളതാണ്. വീതി ഉള്ളതും ഇല്ലാത്തതിനും ക്യാഷിനും വ്യത്യാസമുണ്ട്, 5-10 ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഫ്രെയിമിനും പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് വൈറ്റ് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലേറെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയ പണിയും കൂടെ ബാക്കിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു വൈറ്റ് ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ള ക്ലിപ്പുകൾ ഹൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹൈഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും ചെയ്യാത്തതും ഉണ്ട് കേട്ടോ ഞാൻ. കാരണം ഇതിൻ്റെ ടാപ്പിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഈ വൈറ്റിന്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യാറുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇനി പാക്കിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ലോഗൊക്കെ വെച്ചിട്ടുള്ള പാക്കിങ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറെ ഒന്നുമല്ല, നമ്മൾ പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പ്ലാഷ് എഫക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കുറേ സ്പ്ലാഷ് എഫക്റ്റുകൾ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ട്രൈ എന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണുന്നില്ല എന്ന്. അത് എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ. കാരണം എൻ്റെ അടുത്തുള്ള ആപ്പിൽ ഉണ്ട്, ഇനി ന്യൂ വേർഷനിലൊക്കെ അങ്ങനെ ട്രൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുകയെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ പിശുക്കത്തരം കാണിക്കരുത്. ഇതുപോലെ DIY ഐഡിയാസിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ഫ്രെയിം ഐഡിയാസിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം അല്ലാത്തൊരു ക്രാഫ്റ്റിനോടൊന്നും ഇഷ്ടമില്ലാത്തൊരു ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുകയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അയച്ചു തന്നാൽ മതി ട്രൈ പിക്ക്. ഓക്കെ, താങ്ക് യു.